ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 12-ാം അധ്യായം 28-ാം വാക്യം. പിതാവേ, അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. ഈശോയുടെ ഈ ലോക ജീവിതത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവൻ ഒരിക്കലും തൻ്റെ ഇഷ്ടത്തിനു വേണ്ടി ജീവിച്ചില്ല എന്നുള്ളത്. അവൻ ഈ ഭൂമിയിലേക്ക് കടന്നു വന്നതും ഈ ഭൂമിയിൽ നിറവേറ്റിയതുമെല്ലാം പിതാവിൻ്റെ ഇഷ്ടമായിരുന്നു. അതുകൊണ്ടാണ് അവൻ പറയുന്നത്, പിതാവേ, അങ്ങയുടെ നാമം മഹത്വപ്പെടുത്തണമേ. തന്നെ സ്വയം ശൂന്യമാക്കിക്കൊണ്ട് പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുവാനായിട്ട് ഈശോ വന്നപ്പോൾ ഈശോ എന്നോടും പറയുന്നത്, നിന്റെ ജീവിതത്തിലും നീ പ്രാധാന്യം കൊടുക്കേണ്ടത് നിന്റെ ഇഷ്ടങ്ങൾക്കല്ല, ദൈവത്തിൻ്റെ ഹിതത്തിന്, ദൈവത്തിൻ്റെ കൽപ്പനകൾക്ക് നിന്റെ ജീവിതത്തിൽ പ്രാധാന്യം കൊടുക്കുവാനായിട്ട് നിനക്ക് സാധിക്കുമ്പോൾ നീ യഥാർത്ഥ ദൈവ മകനായിട്ട് മകളായിട്ട് ജീവിക്കുക. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇന്ന് കുറഞ്ഞു വരുന്നത് ഈ ഒരു ബോധ്യമാണ്. ഞാനെന്ന ഭാവത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് എൻ്റെ ഇഷ്ടങ്ങളും എൻ്റെ ആഗ്രഹങ്ങളും നിറവേറ്റുവാനായിട്ട്, അതിനുവേണ്ടി ത്യാഗം ഏറ്റെടുക്കുവാനായിട്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തയ്യാറാവുന്നുണ്ട്. എന്നാൽ ഒരിക്കൽ പോലും നമ്മൾ ദൈവത്തിൻ്റെ ഹിതത്തിന് പ്രാധാന്യം കൊടുക്കുന്നില്ല. ദൈവം എന്താണ് എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്ന് തിരിച്ചറിയുവാനായിട്ട് എനിക്ക് സാധിക്കുന്നത്, അല്ലെങ്കിൽ ആ ആഗ്രഹത്തിന് എൻ്റെ ജീവിതത്തിൽ പ്രാധാന്യം കൊടുക്കുവാനായിട്ട് എനിക്ക് സാധിക്കുന്നില്ല. നമ്മുടെ ഇഷ്ടങ്ങൾക്ക് മാത്രം പ്രാധാന്യം കൊടുത്തുവാൻ, അത് നിറവേറ്റുവാൻ വേണ്ടി ത്യാഗം ഏറ്റെടുക്കുന്ന വ്യക്തികളായിട്ട് മാത്രം നമ്മൾ മാറുക. എന്നാൽ ഈശോ എന്നോട് പറയുക, മോളെ, നിന്റെ ജീവിതത്തിൽ നീ ദൈവത്തിൻ്റെ ഹിതം മനസ്സിലാക്കി, നീ നിന്നെ തന്നെ പൂർണ്ണമായിട്ട് പരിത്യജിക്കുവാൻ, ഞാനെന്ന ഭാവം പൂർണ്ണമായിട്ട് വെടിയുമ്പോഴാണ് ദൈവത്തെ മനസ്സിലാക്കുവാനായിട്ട്, അവൻ്റെ ഹിതം തിരിച്ചറിയുവാനായിട്ട് സാധിക്കുക. നമ്മളവരെ ദൈവഹിതം ഈ ഭൂമിയിൽ നിറവേറ്റിയാൽ മാത്രമേ എൻ്റെ ജീവിതം കൊണ്ട് ഫലമുണ്ടാവുകയുള്ളൂ. ദൈവത്തിനു മുൻപിൽ എനിക്ക് സ്ഥാനം ലഭിക്കണമെങ്കിൽ, സ്വർഗരാജ്യം നേടിയെടുക്കാനായിട്ട് എൻ്റെ ജീവിതത്തിൽ എനിക്ക് സാധിക്കണമെങ്കിൽ, ഞാൻ ഈ ഭൂമിയിൽ നിറവേറ്റേണ്ടത് ദൈവത്തിൻ്റെ ഹിതമാണ്. ദൈവഹിതത്തിന് പ്രാധാന്യം കൊടുക്കുവാനായിട്ട് എനിക്ക് സാധിക്കണം. അതിന് ഞാൻ എന്താ ചെയ്യേണ്ടത്? ദൈവസന്നിധിയിലിരിക്കണം. അവന് എന്നെക്കുറിച്ച് ഒരു പദ്ധതിയുണ്ട്. ആ പദ്ധതി ഒരിക്കലും എൻ്റെ നാശത്തിനല്ല, മറിച്ച് ദൈവത്തിൻ്റെ മുൻപിൽ എനിക്ക് സ്വീകാര്യത ലഭിക്കുന്നതിന് വേണ്ടിയാണ്, ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുവാൻ വേണ്ടിയുള്ള പദ്ധതിയാണ്. ആ പദ്ധതി തിരിച്ചറിയാനായിട്ട് എനിക്ക് സാധിക്കും. ആ പദ്ധതിക്ക് വേണ്ടി എൻ്റെ ഇഷ്ടങ്ങളും എൻ്റെ ആഗ്രഹങ്ങളും എൻ്റെ ജീവിതത്തിൽ മാറ്റിവെക്കുവാനായിട്ട് എനിക്ക് സാധിക്കുമ്പോഴാണ് ഞാൻ ദൈവത്തിന് മുൻപിൽ സ്വീകരിക്കുമ്പോൾ എൻ്റെ ജീവിതം കൊണ്ട് ഫലമുണ്ടായി തീരുക. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഹിതത്തിന് പ്രാധാന്യം കൊടുക്കാം. ഈശോ ഈ ഭൂമിയിലേക്ക് കടന്നു വന്നതുപോലെ നമുക്കും ഈ ഭൂമിയിൽ എൻ്റെ ദൈവം എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് പോലെ, അവൻ്റെ ഹിതം നിറവേറ്റുവാനായിട്ട്, അവൻ ആഗ്രഹിക്കുന്നത് പോലെ ദൈവരാജ്യം മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.